ഈ വീഡിയോയിൽ വ്യത്യസ്തമായ ഒരനുഭവം ആണ് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇത്തവണത്തെ പറമ്പിക്കുളം ജംഗിൾ ട്രിപ്പിൻ്റെ വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രക്കിംഗ് പറമ്പിക്കുളം നമ്മൾ ആരംഭിച്ചു. സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് ട്രക്കിങ്ങിനുള്ള തയ്യാറെടുപ്പുകളുമായി ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായി അണിനിരന്ന് കഴിഞ്ഞു. ഈ വഴിയെ മുൻപോട്ട് നടന്ന് ഗൈഡ് ഒപ്പമുണ്ട്. ഗൈഡിനോടൊപ്പം വരിയായി ഞങ്ങളും പുറകെ കൂടി. ഗൈഡ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടേയിരുന്നു. ആരും ഒച്ച വയ്ക്കരുത്, അധികം സൗണ്ട് ഉണ്ടാക്കരുത്, ഏത് നിമിഷവും എവിടെയും വന്യജീവികളുടെ മുൻപിൽപ്പെടാം, ആനയുണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു തേക്ക് ചെടി കണ്ടു. അപ്പോൾ തേക്ക് ചെടിയുടെ ഇല ഞെരടിയാൽ കൈ ചുമക്കും എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് ഞാനത് ഞെരടി നോക്കുകയാണ്. ശരിക്കും എൻ്റെ കൈയും ചുമന്നു. അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഇതുവരെ തേക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ കാട്ടിലെ തേക്കിൻ്റെ സവിശേഷതകളും അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രക്കിംഗ് ടീം മുമ്പോട്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഹാൾട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്ത് ക്ഷീണം അകറ്റി വീണ്ടും മുമ്പോട്ട് പോകും. വീണ്ടും 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഞങ്ങളുടെ ടീമിൽ മുതിർന്നവരും ചെറുപ്പക്കാരും പയ്യന്മാരും പിള്ളേർ ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്നവരായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര തെല്ല് സാവകാശവുമായിരുന്നു. വന്യജീവികളെ കാണാം, അടുത്ത് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഉൾക്കാട്ടിലെ ട്രക്കിംഗ് തിരഞ്ഞെടുത്തത്. വളരെ നല്ല അനുഭവമായിരുന്നു. നല്ല ഗൈഡുമാരും എല്ലാം പറഞ്ഞു തന്ന് ഞങ്ങളിങ്ങനെ വനത്തിന് നടുവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 8 മണിക്കൂർ നേരത്തെ ട്രക്കിംഗ് ആയിരുന്നു. 8 മണിക്കൂർ നടന്നെത്തി എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലെ പ്രായമുള്ളവരൊക്കെ നടന്നെത്തിച്ചു. അതൊരു വിജയമായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാം. കുരങ്ങ് മനുഷ്യ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മെസ്സേജ് കൊടുക്കുന്നതറിയാം. ദൂരെയായി കാട്ടുപോത്തുകളെ കാണാൻ കഴിഞ്ഞു. പക്ഷേ അവ ക്യാമറയിൽ കിട്ടിയില്ല. അതിനു മുമ്പ് ഓടി മറഞ്ഞു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ആന പോയ അടയാളങ്ങളുണ്ട്. കാട്ടുപോത്ത് മേഞ്ഞു നടന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. അതുപോലെ പുലിയും കടുവയും അതുപോലുള്ള ക്യാറ്റ് വർഗത്തിൽപ്പെട്ടതൊക്കെ കടന്നു പോയ മാർക്കുകൾ രേഖപ്പെടുത്തിയത് കണ്ടു. അങ്ങനെ ഘോരവനത്തിലൂടെ ഞങ്ങൾ 42 പേർ പറമ്പിക്കുളം ട്രക്കിംഗ് അനുഭവിച്ചറിഞ്ഞു. വളരെ കൗതുകവും ഉത്സാഹവും ഉള്ള ട്രക്കിംഗ് അനുഭവമായിരുന്നു അത്. എപ്പോൾ വേണമെങ്കിലും ആനയുടെയോ കാട്ടുപോത്തിൻ്റെയോ മുൻപിൽപ്പെട്ടു പോകും. കടുവ പകലിറങ്ങില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് അട്ട കടിക്കുന്നുണ്ടായിരുന്നു പലരെയും. എന്നാലും അതിഘോര വനത്തിലൂടെ അല്ല പൊയ്ക്കൊണ്ടിരുന്നത്. തേക്ക് കാട്ടിലൂടെയാണ് നമ്മൾ പോയതെന്ന് പിന്നീട് ഞങ്ങൾ പറഞ്ഞു കിടന്ന് കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇങ്ങനെ മുൻപോട്ടുള്ള യാത്ര. അതിനിടയ്ക്ക് തേക്ക് മരങ്ങൾ ആന കുത്തി തോല് പൊളിച്ചിരിക്കുന്നത് കാണാം. ഇതെല്ലാം ഗൈഡ് പറഞ്ഞു തന്നു. ആനയ്ക്ക് ഉണക്ക കാലത്ത് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ ആനയ്ക്കുള്ള വെള്ളത്തിൻ്റെ ക്ഷാമം തീർക്കുന്നത് എങ്ങനെയാണ്? തേക്ക് തടിയുടെ തോല് ഉരിഞ്ഞ് കഴിക്കും. അപ്പോൾ അതിന് വെള്ളം കിട്ടും. അങ്ങനെ ഞങ്ങളുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴപ്പോഴും സമയം നോക്കി ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് നോക്കി ടൂർ ടീമിനോടൊപ്പം ട്രക്കിംഗ് ടീമിനോടൊപ്പം നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടേയിരുന്നു. വൻമരങ്ങൾ, ഘോരവനം. എങ്ങാനും ഒരു വന്യമൃഗത്തെ കണ്ട് തെന്നി ഓടേണ്ടി വന്നാൽ ആകെ റിസ്ക് ആയിരിക്കും, ഡേഞ്ചർ ആയിരിക്കും.
എന്നുള്ള ഒരു കാൽക്കുലേഷനോട് കൂടി വന്യമൃഗങ്ങളെ കാണാനും കാട് കാണാനും ഒക്കെ ഇറങ്ങിയെങ്കിലും മനസ്സ് നിറച്ചൊന്നിനെയും കാണരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കാരണം എല്ലാവരും കൂടെ തേരാ വര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ ബുദ്ധിമുട്ടാവില്ലേ. അതായത് ഇവിടെ ഓരോ പഗ് മാർക്കുകൾ കാണാം. പുലിയെയും കടുവയും ആനയൊക്കെ തേടി ഇറങ്ങിയവർക്ക് അവയുടെ കാൽപാദം പഗ് മാർക്കാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ കടുവയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ പാദം മാർക്കാണ് ഇവിടെ കാണുന്നത്. ഇത് മാൻ നടന്നു പോയതിൻ്റെതാണ് കാണുന്നത്. കടുവയുടേത് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. വലിയ ഒരു മുഴുത്ത കടുവ നടന്നു പോയതിൻ്റെ പാടിവിടെയുണ്ട്. അതാ കാണുന്നു, ഉണ്ടോ? ഇത് കടുവയുടെ കാൽപാദമാണ്. കടുവയെ കണ്ടില്ലെങ്കിലും കാൽപ്പാടുകളെങ്കിലും കണ്ട് ഞങ്ങൾ ആശ്വസിച്ചു. വലിയൊരു കടുവയുടെ കാൽപ്പാടുകളാണ് ഈ കണ്ടത്. ഇത് വളരെ ഉൾക്കാട്ടിലൊന്നും അല്ല കേട്ടല്ലോ. മെയിൻ റോഡിൽ നിന്നൊരു ഏകദേശം 200, 300, 400 മീറ്ററൊക്കെ അകത്തേക്ക് ഞങ്ങൾ പോയിട്ടുള്ളൂ. അല്ലാതെ ഉൾക്കാടുകളിലൊന്നും കയറിയില്ല. അതായത് ഇത്രയും പുറത്ത് വരെ കടുവ വരുന്നുണ്ട്. അത് രാത്രിയെ വരുമെന്ന് പറഞ്ഞു, പകൽ വരാറില്ല. ഇത് കടുവയുടെ കുഞ്ഞിൻ്റേതാണെന്ന് പറഞ്ഞു. കുഞ്ഞും ഫാമിലിയായിട്ട് വന്ന് പോയിട്ടുള്ളതാണ്. ഇവിടെ അല്പസമയം വിശ്രമിച്ചു. ഇവിടെ ഒരു ചെറിയ അരുവിയും വെള്ളം കൊണ്ടുപോകുന്ന ഒരു ചെറിയ അരുവി കണ്ടെത്തി. അതിൽ അല്പസമയം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിശ്രമവും എനർജി ബൂസ്റ്റിങ്ങും പറച്ചിലും ഒക്കെ ഉണ്ട്. വളരെ സൈലൻ്റായിട്ട് പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഭേദിച്ച് അല്പസമയം സംസാരിക്കുകയൊക്കെ ചെയ്യും. നല്ല സീനറി അല്ലേ അത്. മുളം കൂട്ടത്തിൽ മുളകൾ ഒടിഞ്ഞ് വീണ് തെറ്റും മറ്റും വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. വെള്ളത്തിൽ റിപ്പിൾസ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഞങ്ങളുടെ ട്രെക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ. അന്നത്തെ ട്രെക്കിങ്ങിൻ്റെ 8 കിലോമീറ്ററോളം ഉള്ള ട്രെക്കിംഗ് ഞങ്ങൾ 4 മണിക്കൂറിൽ കൂടുതൽ സമയം ചിലവഴിച്ചാണ് ട്രെക്കിംഗ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ മൊത്തം വീഡിയോയും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി, മനസ്സിലാക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.